ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി PG സെക്കൻഡ് സെമസ്റ്റർ എല്ലാ വിഭാഗം വിദ്യാർത്ഥികളുടെയും കോമൺ പേപ്പറായിട്ടുള്ള ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് റൈറ്റിംഗ് എന്ന പേപ്പറിലെ ബ്ലോക്ക് 1-ലെ 4ാമത്തെ യൂണിറ്റാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള റിവിഷനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളിതിനൊപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും പാടെ നിങ്ങൾ കയ്യിൽ വെക്കുക, കാരണം അതിൽ പല ഇമേജസും ഗ്രാഫുകളും ഒക്കെ ഉണ്ട്. അതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം ഓരോ ഭാഗം വരുമ്പോൾ അതും പാടെ നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നുകൂടെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു പാഠത്തിൽ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറും അതുപോലെ റിസർച്ച് ഗ്യാപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. മലയാളത്തിൽ പറയുകയാണെങ്കിൽ സാഹിത്യ പുനരവലോകനം എന്നാണ് പറയുക. ഒരു പ്രത്യേക ഗവേഷണ വിഷയവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, പണ്ഡിതോചിതമായിട്ടുള്ള ലേഖനങ്ങൾ, മറ്റ് പ്രസക്തമായിട്ടുള്ള ഉറവിടങ്ങൾ എന്നിവയുടെ സമഗ്രമായിട്ടുള്ളൊരു പരിശോധനയും വിമർശനാത്മകമായിട്ടുള്ളൊരു വിശകലനവുമാണ് സാഹിത്യ പുനരവലോകനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുൻകാലത്ത് ഗവേഷകർ ഗവേഷണത്തിൻ്റെ സമയത്ത് അവരുടെ അനുഭവങ്ങളും നേട്ടങ്ങളും അവർ നേരിട്ട തടസ്സങ്ങളും മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു വഴികാട്ടിയായിട്ട് പ്രവർത്തിക്കുന്നു. അറിവിലുണ്ടാകുന്ന വിടവുകൾ നികത്താനോ നിലവിലുള്ള വിവരങ്ങളിലെ പിഴവുകൾ തിരുത്താനോ ഉള്ള താല്പര്യം ഗവേഷണത്തിൽ ഏർപ്പെടാൻ വ്യക്തികളെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രേരക ശക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലൂടെ മുൻ തലമുറകളുടെ അറിവുകൾ ഉൾക്കൊണ്ട് നമ്മുടെ പഠനങ്ങളെ കൂടുതൽ മികവുറ്റാക്കാൻ സഹായിക്കും. അതായത് ഇപ്പോൾ ലിറ്ററേച്ചർ റിവ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു റിസർച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ മുന്നേ എന്തൊക്കെ തരത്തിലുള്ള റിസർച്ചാണ് നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ മുൻ ആളുകൾ ഇതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. എന്തുകൊണ്ടാണ് ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയി വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഗവേഷണ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നായിട്ട് പ്രവർത്തിക്കുന്നതാണിത്. ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള മുൻകാല ഗവേഷണത്തെക്കുറിച്ച് സമഗ്രമായിട്ടുള്ളൊരു ധാരണ നമുക്ക് നൽകുന്നു. അതുപോലെ നിലവിലുള്ള നമ്മുടെ അറിവുകളിലെ വിടവുകളും പൊരുത്തക്കേടുകളും കണ്ടെത്താൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ ഗവേഷകർക്ക് പുതിയ കാഴ്ചപ്പാടുകൾ കണ്ടെത്താനും ആശയങ്ങളുടെ പരിണാമം മനസ്സിലാക്കാനും മുൻകാല പഠനങ്ങളുടെ ഗുണനിലവാരം വിലയിരുത്താനൊക്കെ ഇത് സഹായിക്കുന്നു. പിന്നെ ഒരേ വിഷയം വീണ്ടും പഠിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരാൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വിഷയം നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാനൊക്കെ ഇത് സഹായിക്കുന്നു. ഇതൊക്കെയാണ് അതിൽ പ്രധാനമായ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം. ഇനി ഇതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലിറ്ററേച്ചർ റിവ്യൂവിൻ്റെ ഫങ്ഷൻസ് സ്ഥാപിതമായിട്ടുള്ള ആശയങ്ങൾക്ക് പുതിയ ഉൾക്കാഴ്ചകളും കാഴ്ചപ്പാടുകളും നൽകുന്നു. അതുപോലെ നമ്മുടെ ആശയങ്ങളുടെ പരിണാമം മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു. മുൻകാല പഠനങ്ങളിലെ പരസ്പര വിരുദ്ധമായിട്ടുള്ള കണ്ടെത്തലുകൾ പരിഹരിക്കാൻ സഹായിക്കുന്നു. അതായത് ഇപ്പോൾ മുന്നേ ഒരാൾ റിസർച്ച് നടത്തിയിട്ട് എന്തെങ്കിലും പരസ്പര വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി സഹായിക്കുന്നു. നിലവിലുള്ള ഗവേഷണത്തിലെ വിടവുകൾ കണ്ടെത്തുന്നു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്ട്രക്ചർ കൊണ്ട് ഇനി ഇതിൻ്റെ സ്ട്രക്ചർ ഏതൊക്കെ നോക്കാം. ഈ ഒരു ലിറ്ററേച്ചർ റിവ്യൂ വിശാലമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്ന് തുടങ്ങി ക്രമേണ ഗവേഷണ വിഷയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന രീതിയിലാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് നമ്മളെ ടെക്സ്റ്റിൽ 1.42 നോക്കിക്കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ വിശാലമായ പശ്ചാത്തലത്തിൽ തുടങ്ങി വിഷയത്തോട് കൂടുതൽ അടുത്തു നിൽക്കുന്നു, പിന്നീട് പഠനത്തിന് സവിശേഷമായി പ്രസക്തിയുള്ളതുമായിട്ടുള്ള ഗവേഷണങ്ങളിലൂടെ കടന്നുപോയി ഒടുവിൽ നമ്മൾ പഠന വിഷയങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടി ഇത് സഹായിക്കുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ലിറ്ററേച്ചർ റിവ്യൂവിന് വിവിധ ടൈപ്പുകളുണ്ട്. അത് നമ്മൾ ഒരു ഗവേഷകന് അവരുടെ പഠനത്തിൽ സ്വീകരിക്കുന്ന വിശകലന രീതി അനുസരിച്ചാണ് ഈ ഒരു ലിറ്ററേച്ചർ റിവ്യൂവിൽ ടൈപ്സിൽ മാറ്റം വരുന്നത്. ഒന്ന്, ആർഗ്യുമെൻറ്റേറ്റീവ് റിവ്യൂ, വാദപരമായ ലിറ്ററേച്ചർ റിവ്യൂ. ഒരു വാദത്തെയോ ആശയത്തെയോ പിന്തുണക്കുന്നതിനോ ഖണ്ഡിക്കുന്നതിനോ വേണ്ടി നിലവിലുള്ള സാഹിത്യങ്ങളെ വിമർശനാത്മകമായിട്ട് വിലയിരുത്തുന്നതിനെയാണ് ആർഗ്യുമെൻറ്റേറ്റീവ് റിവ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നാണ് ഇൻറ്റഗ്രേറ്റീവ് റിവ്യൂ. ഒരു വിഷയത്തെക്കുറിച്ച് പുതിയ കാഴ്ചപ്പാടുകളും അതുപോലെ ചട്ടക്കൂടുകളും വികസിപ്പിക്കുന്നതിന് പുതിയ ഉറവിടങ്ങളെ വിശകലനം ചെയ്യുകയും സംയോജിപ്പിക്കുകയും ചെയ്യുന്നതിനെയാണ് സംയോജിത പുനരവലോകനം അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റീവ് റിവ്യൂ എന്ന് പറയാം. മറ്റൊന്നാണ് ഹിസ്റ്റോറിക്കൽ റിവ്യൂ. ഒരു ആശയം, സിദ്ധാന്തം അല്ലെങ്കിൽ ഒരു പ്രതിഭാസം എന്നിവയുടെ പരിണാമം കാലക്രമേണ എങ്ങനെയായിരുന്നു എന്ന് പരിശോധിക്കും. ഒരു ചരിത്രപരമായിട്ടുള്ളൊരു ഇതാണ് ഇത് വരുന്നത്. മറ്റൊന്നാണ് മെത്തഡോളജിക്കൽ റിവ്യൂ, രീതിശാസ്ത്രപരമായത്. പഠനങ്ങളിൽ ഉപയോഗിച്ച വിശകലന രീതികളെയും കണ്ടെത്തലുകളെയും ഒരുപോലെ വിലയിരുത്തുന്നതാണിത്. മറ്റൊന്നാണ് സിസ്റ്റമാറ്റിക് റിവ്യൂ, വ്യവസ്ഥാപിതമായിട്ടുള്ളത്. അത്
ശക്തമായി നിർവചിക്കപ്പെട്ട ഒരു ഗവേഷണ ചോദ്യവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള എല്ലാ അറിവുകളുടെയും സമഗ്രമായിട്ടുള്ളൊരു പരിശോധനയാണിത്. മറ്റൊന്നാണ് തിയോറിറ്റിക്കൽ റിവ്യൂ. ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള സിദ്ധാന്തങ്ങളെ വിലയിരുത്തുന്നു. പുതിയ ഗവേഷണ വിഷയങ്ങളെ അഭിമുഖീകരിക്കുന്നതിന് നിലവിലുള്ള സിദ്ധാന്തങ്ങളുടെ അപര്യാപ്തത പ്രകടമാക്കാൻ ഇത് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ 6 ടൈപ്പ് ലിറ്ററേച്ചർ റിവ്യൂസ് ആണ് വരുന്നത്. കൃത്യമായിട്ടത് നോക്കി വെക്കുക. ഇനി ഇതിൻ്റെ പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സസ്. പ്രൈമറി സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് ബന്ധമുള്ള പഠന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നേരിട്ട് ബന്ധമുള്ള യാഥാർത്ഥ്യ വിവരങ്ങൾ നൽകുന്നവയാണ് ഇത്. ഇവിടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഗവേഷകന് താല്പര്യമുള്ള വ്യക്തികളെക്കുറിച്ചോ സംഭവങ്ങളെക്കുറിച്ചോ നേരിട്ടുള്ള തെളിവുകൾ നൽകുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അഭിമുഖം, സർവേ, പരീക്ഷണങ്ങൾ എന്നിവയിലൂടെ ഗവേഷകർ സ്വയം ശേഖരിക്കുന്ന ഡാറ്റയാണിത്. മറ്റൊന്ന് വരുന്നതാണ് സെക്കൻഡറി സോഴ്സ്. നമ്മുടെ പ്രാഥമികമായിട്ടുള്ള ഉറവിടങ്ങളിൽ കാണുന്ന വിവരങ്ങളുടെ ഒരു അവലോകനമോ വിശകലനമോ ആണ് ഇവിടെ ഇതാവുന്നത്. അതായത് രചിത വിഷയത്തെ നേരിട്ട് നിരീക്ഷിക്കുക, അനുഭവിക്കുക ചെയ്യാനുള്ള ഒരു സെക്കൻഡ് ഹാൻഡ് വിവരങ്ങൾ. അതായത് ഒരാളെടുത്തുനിന്ന് ഒരാൾക്ക് കിട്ടിയ അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ നിന്ന് നമ്മൾ ഡാറ്റകൾ എടുക്കുകയാണെങ്കിൽ, ഒരു ജേണലിൽ നിന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിനെയാണ് ഈ ഒരു സെക്കൻഡറി ഉറവിടങ്ങളായിട്ട് നമ്മൾ പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഇത് പറയുന്നുണ്ട്, വിവിധ വിഷയങ്ങൾ കമ്പാരിസൺ, പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സിൻ്റെ കമ്പാരിസൺ പറയുന്നുണ്ട്. ഇപ്പോൾ ആർട്സ് വിഷയങ്ങളിലാണെങ്കിൽ അതിൻ്റെ പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് യഥാർത്ഥ കലാസൃഷ്ടി ആയിരിക്കും. അതായത് അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കലാസൃഷ്ടി, ആ ഒരു കലാസൃഷ്ടിയുടെ യഥാർത്ഥ രൂപം. ഇനി അതിന് സെക്കൻഡറി സോഴ്സ് ആണെങ്കിൽ ആ കലയെക്കുറിച്ചുള്ള നിരൂപണ ലേഖനങ്ങളായിരിക്കും. ഇനി ലിറ്ററേച്ചറിലാണെങ്കിൽ സാഹിത്യത്തിൽ കവിതകൾ, നോവലുകളാണ് പ്രാഥമിക ഉറവിടം. അതിൻ്റെ സെക്കൻഡറി സോഴ്സ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ചുള്ള നിരൂപണ ലേഖനങ്ങളാണ്. ഇനി ശാസ്ത്രത്തിൽ യഥാർത്ഥ പരീക്ഷണത്തിൻ്റെ വിശദാംശങ്ങളാണ്. അതുപോലെ അതേ വിഷയത്തിലുള്ള പഠനങ്ങളുടെ അവലോകനമാണ് സെക്കൻഡറി സോഴ്സ്. എക്കണോമിക്സിൽ സർക്കാർ സാമ്പത്തിക റിപ്പോർട്ടുകളാണ്. എന്നാൽ സെക്കൻഡറി സോഴ്സ് സാമ്പത്തിക ജേണലുകളും പുസ്തകങ്ങളൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ സോഷ്യോളജിയിൽ, സമൂഹശാസ്ത്രത്തിൽ എത്നോഗ്രഫിക് പഠനങ്ങൾ, സാമൂഹിക സർവേകളൊക്കെയാണ് വരുന്നത്. പ്രധാനമായിട്ടും സെക്കൻഡറി സോഴ്സിൽ വരുന്നത് സോഷ്യോളജിക്കൽ ജേണലുകൾ, പുസ്തകങ്ങൾ, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കമ്പാരിസൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൽ പറയുന്ന പ്രധാന ഒരു ഭാഗമാണ് റിസർച്ച് ഗ്യാപ്സ് എന്ന് പറയുന്നത്. നമ്മൾ റിസർച്ച് നടത്തുമ്പോൾ പലതരത്തിലുള്ള ഗ്യാപ്സ് വരും. അതിനെയാണ് റിസർച്ച് ഗ്യാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പല കണ്ടുപിടുത്തങ്ങൾ പര്യവേക്ഷണം ചെയ്യപ്പെടാതെ ഭൂപ്രദേശങ്ങളെ അടയാളപ്പെടുത്തുന്ന പോലെ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഏതെങ്കിലും ജോഗ്രഫിക്കലായിട്ട് എന്തെങ്കിലും കണ്ടുപിടുത്തം നടത്തുന്ന സമയത്ത് ഭൂപ്രദേശങ്ങളെ അടയാളപ്പെടുത്തുന്ന വലിയ രീതിയിലൊരു ഗവേഷണം മറ്റൊന്നും നടത്താതെ ഭൂപ്രദേശങ്ങളെ അടയാളപ്പെടുത്തുന്ന പോലെ അറിവ് വർദ്ധിപ്പിക്കുന്നതിന് ഗവേഷണ വിടവുകൾ കണ്ടെത്തുന്നത് നിർണായകമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു റിസർച്ച് നടത്തണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗ്യാപ്പ് കണ്ടെത്തൽ അത്യാവശ്യമാണ്. അപ്പോൾ നിലവിലുള്ള സാഹിത്യം, നിലവിലുള്ള റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ വിശകലനം ചെയ്ത് കൂടുതൽ അന്വേഷണം ആവശ്യമുള്ള മേഖലകൾ കണ്ടെത്തുന്ന ഒരു പ്രക്രിയയാണിത്. ഇപ്പോൾ ഗവേഷകർ നിലവിലുള്ള ധാരണയിൽ കാണുമ്പോൾ പുതിയ ബൗദ്ധികമായിട്ടുള്ള അതിരുകൾ വികസിപ്പിക്കാൻ കഴിയുന്ന ഇടങ്ങളിൽ അത് സൂചിപ്പിക്കും. ഗവേഷണ വിടവുകൾ കണ്ടെത്തുന്നതിലൂടെ ഗവേഷകർക്ക് അവരുടെ പഠനത്തിൻ്റെ പ്രാധാന്യം നിർണ്ണയിക്കാനും അക്കാദമിക് സമൂഹത്തിൽ അതിൻ്റെ ഒരു പ്രസക്തി ഉറപ്പാക്കാനും കഴിയും. ഇപ്പോൾ റിസർച്ച് ഗ്യാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പലപ്പോഴും റിസർച്ച് ചെയ്യുന്ന സമയത്ത് ഒരാൾ പല രീതിയിലുള്ള ഇതിനെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതിൽ ഗ്യാപ്പ് വന്ന അതിനെ കുറിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനിയൊരു ഗവേഷണ വിടവുകൾ എങ്ങനെ കണ്ടെത്താം, ഹൗ ടു ഐഡൻറ്റിഫൈ റിസർച്ച് ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി മാർഗങ്ങളിലൂടെ നമുക്ക് അത് കണ്ടെത്താൻ വേണ്ടി പറ്റും. ഒന്ന്, നിലവിൽ പ്രസിദ്ധീകരിച്ച സാഹിത്യത്തിൽ നിന്ന് പ്രചോദനം തേടുക. അതായത് നിലവിലുള്ള പഠനങ്ങളിൽ നിന്ന് കൂടുതൽ അന്വേഷണം ആവശ്യമായിട്ടുള്ള മേഖലകൾ ഏതൊക്കെയെന്ന് സൂചിപ്പിച്ചിരിക്കാം. പിന്നെ ഗവേഷണ ഉപദേഷ്ടാവിൽ നിന്ന് സഹായം തേടുക. അവരുടെ അനുഭവ പരിചയം, പുതിയ ദിശാബോധം നൽകാൻ ഇത് സഹായിക്കും. പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റിവ്യൂകൾ നടത്തുക. ഒരു വിഷയത്തിൽ നിലവിലുള്ള എല്ലാ പഠനങ്ങളെയും ചിട്ടയായിട്ട് അപഗ്രഹിക്കുന്നത് വിടവുകൾ കണ്ടെത്താൻ വേണ്ടി സഹായിക്കും. ഡിജിറ്റൽ ടൂളുകൾ ഉപയോഗിക്കുക. ജനപ്രിയമായിട്ടുള്ള വിഷയങ്ങളോ ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കപ്പെട്ട ഗവേഷണ പ്രബന്ധങ്ങളോ കണ്ടെത്താൻ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ടൂളുകൾ നമ്മളെ സഹായിക്കും. മറ്റൊന്ന്, പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളുടെ ചർച്ചകളും ഭാവി ഗവേഷണത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ പരിശോധിക്കാം. പിന്നെ ഈ റിസർച്ച് ഗ്യാപ്പ് കണ്ടെത്തുന്നതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നിലവിലുള്ള അറിവിനെ അടിസ്ഥാനമാക്കി മുന്നോട്ട് പോകാൻ സഹായിക്കും. ഇതിനകം എന്തെല്ലാം പഠിച്ചു, എന്തൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ ഇത് ഗവേഷകരെ സഹായിക്കും. പിന്നെ അറിവിലെ ശൂന്യത നികത്തും. ഇപ്പോൾ ഗവേഷണത്തിലെ വിടവുകൾ, വേണ്ടത്ര വിവരങ്ങൾ ലഭ്യമില്ലാത്ത മേഖലയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ഈ വിടവുകൾ നികത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഗവേഷകർക്ക് സാധിക്കും.
പിന്നെ പഠനങ്ങളുടെ തനിപ്പകർപ്പ് ഒഴിവാക്കുന്നു. അപ്പോൾ ഒരാൾ ഒരു PhD റിസർച്ച് ചെയ്തു, അതേപോലെ തന്നെ ഒന്ന് വേറെ ആളുമ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ബുദ്ധിമുട്ടാകും. അപ്പോൾ അത്തരത്തിൽ ഇത്തരത്തിലുള്ള തനിപ്പകർപ്പുകൾ ഈ ഒരു ഇതിലൂടെ നമുക്ക് എന്താണ് ഒരേപോലത്ത് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതത് ശാഖയുടെ പുരോഗതിക്ക് ഇത് സഹായിക്കും. ഇപ്പോൾ പുതിയ സിദ്ധാന്തങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ടോ നൂതനമായിട്ടുള്ള ഗവേഷണ രീതികൾ വികസിപ്പിച്ചുകൊണ്ടോ നിലവിലുള്ള ധാരണകളെ ചോദ്യം ചെയ്തുകൊണ്ടോ ഗവേഷകർക്ക് അവരുടെ പഠന മേഖലയുടെ പുരോഗതിക്ക് സംഭാവന നൽകാൻ കഴിയും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത് ഗവേഷണത്തിൻ്റെ യുക്തിയും ലക്ഷ്യവും വ്യക്തമാക്കുന്നു. അതുപോലെ പഠനത്തിൻ്റെ വ്യാപ്തിയും ദിശയും കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു. സമയം, പണം, പങ്കാളികൾ തുടങ്ങിയ വിഭവങ്ങളുടെ ഉപയോഗത്തെ ന്യായീകരിക്കാൻ ഗവേഷണത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കാൻ സഹായിക്കുന്നു. ഗവേഷണ ഫലങ്ങൾ പങ്കുവെക്കുമ്പോൾ പഠനത്തിൻ്റെ ഗുണനിലവാരം, പ്രത്യാഘാതങ്ങൾ, പ്രായോഗികത എന്നിവ വിലയിരുത്തുന്നതിനും പ്രാധാന്യം വ്യക്തമാക്കുന്നതിനൊക്കെ സഹായിക്കുന്നു. സോ ഇത്രയൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. 2 കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ, ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പറയാനുള്ളത്. ഒന്ന് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറും അതുപോലെ ഐഡൻറ്റിഫൈങ് റിസർച്ച് ഗ്യാപ്സും. സോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.